നമ്മൾ തെരേസയിൽ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു സാരി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ചേച്ചി എന്തോരം നല്ല സാധനങ്ങൾ അവിടെ നിന്ന് ചെയ്തു പോകുന്നത്, ഇതിൻ്റെ ഒന്നും ഫോട്ടോസും വീഡിയോസും വരുന്നില്ലല്ലോ എന്ന്. അപ്പം ഞാൻ ഓർത്തു അതൊന്ന് കാണിക്കാം. ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്റർ ഇൻ ലോയ്ക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. മോളുടെ കമ്മ്യൂണിയന് ചെയ്ത സാരിയാണ് ഇത്. കണ്ടോ, ഓർഗൻസ സാരീസ് കൊടുക്കാൻ മടിയുള്ളവർക്ക് പറ്റിയ ഒരു സംഭവമാണ് ഇത്. ഇത് ഓർഗൻസയാണ് ആക്ച്വലി അപ്പർ ചെസ്റ്റിൽ ചെയ്തിരിക്കുന്നത്. അതിനൊരു ചെറിയ ലൈനിങ് പീസും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നിഴലറിയാതിരിക്കാനായിട്ട്. ഉള്ളിൽ വരുന്നത് ഷിനോൺ. ഇത് വീണ്ടും ഓർഗൻസയുടെ ഒരു പീസാണ്. ഇത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ്, അതായത് നമ്മൾ 2 മെറ്റീരിയൽസ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഈ സാരി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ ഡൈ ചെയ്തിരിക്കുകയാണ്. അപ്പർ സൈഡ് വരുന്നത് പീച്ച്, ബ്ലൗസും പീച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഡയബിൾ ഫാബ്രിക്സിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സെയിം വർക്ക് തന്നെ മുകളിലേക്ക് കൊടുത്തിട്ട് അതിനെ നമ്മൾ എംബ്രോയിഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓർഗൻസയിലുള്ള സാരി ഉടുക്കുമ്പോൾ എനിക്ക് ക്ഷീണിച്ചിരിക്കുമോ, ഒതുങ്ങിയിരിക്കുമോ, ഭംഗിയാവുണ്ടാവോ, ഇതെല്ലാവർക്കും ടെൻഷനുള്ളൊരു കാര്യമാണ്. പാർട്ടിക്കോ അത് തന്നെയായിരുന്നു ടെൻഷൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ചെയ്തതാണ്. ഷിനോണ്ടാണ് ഇന്ന മെറ്റീരിയൽ വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ സാരി ഡ്രേപ്പ് ചെയ്താലും ആ ഭാഗം ഒതുങ്ങിയിരിക്കും. പിന്നീട് വരുന്നത് കണ്ടോ, മേർജിങ് ഒന്നും അറിയില്ല, അത് നമ്മുടെ സ്പെഷ്യാലിറ്റി ആ തെരേസയുടെയാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ടോ, നല്ലൊരു കോമ്പിനേഷനുമാണ് വരുന്നത്. ഓഫ് വൈറ്റ്സ് ആണ് താഴത്തേക്ക് വരുന്നത്. അങ്ങനത്തെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് കണ്ടോ, നമുക്ക് അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. തെരേസയുടെ അങ്ങനെ ഫ്യൂസ് സാരീസ് എപ്പോഴും നമ്മൾ നമ്പർ ഓഫ് സാരീസ് വെക്കുന്നത് നമുക്ക് കുറവാണെങ്കിലും അങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് വെച്ചാൽ അതൊരു സ്പെഷ്യൽ സാരിയാണ്. അത് കണ്ടോ, കോമ്പിനേഷൻ വരുമ്പം ഇങ്ങനെയാണ് വരുന്നത്. സാരിയുടെ അപ്പർ സൈഡ് പീച്ച്, താഴെ ഓഫ് വൈറ്റ് ഷെയ്ഡുമാണ് വരുന്നത്. ചെസ്റ്റ് അപ്പിൽ വരുന്നതും ഈ എംബ്രോയിഡറിയും കൂടെ വന്ന് നമ്മൾ അതിനൊരു ചെറിയ ലൈനിങ് കൊടുത്താൽ ചെയ്തേക്കുന്നത്. അപ്പം ഓർഗൻസയിൽ എംബ്രോയിഡറി കാണുന്നതിനൊരു സ്പെഷ്യൽ പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ ഷിനോണിൽ നമ്മൾ ഒത്തിരി വർക്ക് ചെയ്യുന്നതിനേക്കാളും ഓർഗൻസയിലും നെറ്റിലും എംബ്രോയിഡറി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അതാണ് കൂടുതൽ വെഡ്ഡിങ് സാരീസ് ഓർഗൻസയിലും നെറ്റ്സിലും ചെയ്തു പോകുന്നത്. അതിൻ്റെ ഒരു ഭംഗിയും ആ ഒരു ഫിനിഷ് എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അപ്പർ സൈഡ് നമുക്ക് ഓർഗൻസയിൽ തന്നെ നിർത്താം, എന്നിട്ട് ഇടയിലത്തെ മെറ്റീരിയൽ മാത്രം മാറ്റാം. അപ്പോൾ നമ്മൾ ഈ ഡ്രേപ്പ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അതുപോലത്തെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ചെയ്യാവുന്ന മെറ്റീരിയലാണ്. ഇതും ജിനോണും കൂടെയും അല്ലെങ്കിൽ നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ കൊടുത്തിട്ടാണെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് നല്ലൊരു പീസാണ് വരുന്നത്. അങ്ങനത്തെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ. 3 മെറ്റീരിയൽ ഫ്യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പീസാണ്. ഇങ്ങനത്തെ സാരീസ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇപ്പം ട്വിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ചിലപ്പോൾ 2 പേർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. 2 സാരീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സാരിയുടെ റേറ്റ് കുറയും. ഒറ്റ സാരിയിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ എംബ്രോയിഡറി പീസ് 5.5 മീറ്റേഴ്സ് വേണം, പക്ഷേ ആ വിഡ്ത്ത് നമുക്ക് ഫുള്ള് വേണ്ട. അപ്പോൾ അത് പകുതി വീതിയിലേ നമുക്ക് വേണ്ടൂ. അപ്പോൾ നമുക്കത് 50-50 ആയിട്ട് എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് 2 സാരിയിലേക്ക് അതിൻ്റെ റേറ്റ് സ്പ്ലിറ്റ് ആവും. അപ്പോൾ ഇങ്ങനത്തെ സാരീസ് ചെയ്യുമ്പോൾ ആക്ച്വലി 2 എണ്ണമായിട്ട് ചെയ്യുകയാണ് നല്ലത്. ഇപ്പോൾ സിസ്റ്റർ ഇൻ ലോയ്ക്ക് ഞാനിത് ചെയ്തപ്പോൾ ഇതിൻ്റെ ബാക്കി പീസ് കൊണ്ട് അടുത്ത ആൾക്ക് ക്രോപ്പ് ടോപ്പും അങ്ങനെ സംഭവങ്ങളായിട്ട് ഒരു ഫാമിലി ഗ്രൂപ്പിന് ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഡിഫറൻസസ് ആണ് അത്. അപ്പോൾ ഇതുപോലെ ഗ്രൂപ്പായിട്ടുള്ള പേർക്ക് ഡ്രസ്സസ് ചെയ്യാനായിട്ട് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇവിടെ ചെയ്തു തരാൻ റെഡിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മെറ്റീരിയൽ കളക്ഷൻസും.